ഇന്നും ആ ഒരു കാര്യം നടന്നു. വേറൊന്നുമല്ല, സൂയിസൈഡ്. കാരണം നമുക്കറിയാം ഈ ലോകത്ത് ഇപ്പൊ സൂയിസൈഡും ഈ പറയുന്ന റേപ്പ്, ഈ പറയുന്ന കൊലപാതകങ്ങൾ, മോഷണം, പട്ടിണി ഇതെല്ലാം കോമൺ ആണ് അല്ലേ? കാരണം അങ്ങനെ തന്നെ ആക്കിയെടുത്തു. കാരണം വേറൊന്നുമല്ല, സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ഫോണ്, ഡ്രഗ്സ്, ആൽക്കഹോൾ ഇതെല്ലാം യുവാക്കളുടെ ഉള്ളിലേക്ക് അവരെ ഒന്നിനും കൊള്ളില്ല. അതായത് ഒരു ഫോൺ കാണുമ്പോൾ അവരുടെ എല്ലാവിധ ഹോർമോൺസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എല്ലാം റിലാക്സ് ആവാത്ത രീതിയിൽ ആക്കി, അതോടൊപ്പം ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഈ രീതിയിലെല്ലാം ആ ഒരു ബ്ലൂ ലൈറ്റ്സ് കയറുന്നു. അതോടൊപ്പം ആ ഒരു വൈബ്രേഷൻ, ആ ഒരു റേഡിയേഷൻ ഇതെല്ലാം കൊണ്ട് അവന്റെ ശരീരത്തില് ഈ പറയുന്ന ഹോർമോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കട റീൽസ് തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അതായത് സൈക്കോളജിക്കലായിട്ട് ഒരാൾ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു പിശാശായ ആ ഒരു ആള് തന്നെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ കാണുന്ന എല്ലാവിധ ആത്മഹത്യ. അല്ലെങ്കിൽ 21 വയസ്സിലും അല്ലെങ്കിൽ 18-ാം വയസ്സിലും ഈ 9-ാം 10-ാം വയസ്സിലൊക്കെ എന്തുണ്ടായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പോ അതോടൊപ്പം ഇവിടെ ആൽക്കഹോൾ കൊടുക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, 2016 29 ബാറുണ്ടായ സമയത്ത് ഇപ്പോ 800 ബാറോളം കേരളത്തിലുണ്ട്. ഓക്കെ, ഈ ബാറും ഈ പറയുന്ന ആൽക്കഹോളും ഡ്രഗ്സും ഇതെല്ലാം ഈ ഗവൺമെന്റും ജുഡീഷ്യറി എല്ലാം അലോ ചെയ്യണം. ഓക്കെ, അലോ ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു, നമ്മുടെ സ്പിരിറ്റ് ഇല്ലാതാവുന്നു. അതുകൊണ്ടാണ് ആൽക്കഹോളിനെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ തന്നെ കൂട്ടത്തല്ലാണ്. കൂട്ടത്തല്ലല്ലോ അവര് മദ്യപിച്ചിട്ടും കഞ്ചാവടിച്ചിട്ടും അതെല്ലാം കഴിയുമ്പോൾ അവർ കൂട്ടത്തല്ലല്ലോ. അപ്പൊ എന്താ കാര്യം? പിറ്റേ ദിവസം അവർക്ക് ഓർമ്മയില്ല. കാരണം അവരല്ല ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇതെല്ലാം ആ പൊക്കത്തെ അതോറിറ്റിക്കാർ ഇങ്ങനെ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കണാണ്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും ആരും ഇല്ല ഇവിടെ. പക്ഷെ യു എയിലൊന്നും അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടത്തി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങ് കൊന്നു കളഞ്ഞു. ഓക്കെ, അപ്പോ സിസ്റ്റത്തിനോടൊരു പേടി ഉണ്ടാവണം. സിസ്റ്റത്തിനോടൊരു പേടിയും ഇല്ല. അതോടൊപ്പം നമ്മുടെ ജയിൽ എന്നൊക്കെ പറയുന്നത് 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ. കാരണം ഒരു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു വാർഡിന് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് പറയുന്നത്. അതായത് ബീഡി കിട്ടും, ചായ കിട്ടും, ക്യാൻറ്റീൻ ഉണ്ട്. അതായത് ഇപ്പോൾ യുവജനങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവിധ യുവജനങ്ങളും അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അവർ ചുറ്റും നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ്, ഓക്കെ, ഒരുപാട് ഫോട്ടോസ്. അപ്പൊ അവനെ കൊണ്ട് മാത്രം ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു അപകർഷതാബോധം, ഡിപ്രഷൻ, അത് വലുതായി വരുന്നതാണ് ആത്മഹത്യ. ഇപ്പോ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം, ജീവിതം മടുത്തൊരു അവസ്ഥയാണ് അവർക്ക്. അല്ലെ, അവർക്ക് ജീവിക്കണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ജീവിക്കണോ? വേണ്ട, എന്തിനു ജീവിക്കണം? ആ ഒരു അവസ്ഥയായി കഴിഞ്ഞു ഇവിടെ ജീവിക്കുന്ന ഒരു 80% പേർക്കും. അപ്പൊ അത് അങ്ങനെ ആക്കിയത് അവര് തന്നെയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം എല്ലാം നിങ്ങളുടെ ശരീരത്തെ ആ ഒരു ഫോണിന്റെ ആ ഒരു എന്താ പറയുക എടുത്തുകയറ്റും. അതോടൊപ്പം നേച്ചറിൽ നിന്ന് നിങ്ങളെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി. കാരണം നിങ്ങളുടെ ബോഡിയിലെ നെഗറ്റീവ് ചാർജസ് ഒന്നും പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഭൂമിയിലേക്ക് ബ്ലെൻഡ് ആവുന്നില്ല. അതോടൊപ്പം ഒരു ഫൈറ്റ് ആൻഡ് സൈഡ്സ് നിങ്ങളുടെ ഉള്ളിൽ പോകുന്നില്ല. നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ കാണുന്നില്ല, നേച്ചർ കാണുന്നില്ല. അപ്പൊ ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി എല്ലാം തലക്കുള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് ആത്മഹത്യ ചെയ്യും. ഇതെല്ലാം ഈ ഒരു 21 വയസ്സുള്ള പയ്യന്റെ കാര്യമാണ്. അപ്പോൾ ഈ ജനിക്കും മുതലേ ഫോണുള്ള ആ ഒരു കുഞ്ഞി എത്രാം വയസ്സിൽ ആത്മഹത്യ ചെയ്യും? ചിന്തിച്ചു നോക്കൂ. നിങ്ങളെല്ലാം വലിയൊരു കുരുക്കിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഒരു കുരുക്കിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം റിലാക്സ് ഫോറസ്റ്റും സംരക്ഷിക്കുന്നതാണ്.